എൻ്റെ മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കുക. നമ്മൾ ആയത്ത് എന്നൊക്കെ പറയില്ലേ, ഒരു മന്ത്രമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പവുമായി ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ മതി. സാധ്യതയുണ്ടോ എന്ന് നോക്കുക. ഈശ്വരനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് പറയുകയാണ്, ന തസ്യ കശ്ചിത് പതിരോസ്തി ലോകേ ന ചേസിത നൈവ ചതസ്യലിംഗം സ കാരണം കരണാധിപാധിപോ ന ചാസ്യ കശ്ചിത് ജനിതാന ചാധിപഃ ന തസ്യ കശ്ചിത് പതിരോസ്തി ലോകേ. അവൻ്റെ യജമാനായി ഞാൻ വേറെ ഒന്നിനെയും വേറെ ആരെയും കാണുന്നില്ല. ന ചേസിത നൈവ ചതസ്യലിംഗം, അവനെ ഉണർത്തിക്കാനോ വ്യക്തമാക്കി തരാനോ ഒരടയാളവും ഇവിടെ എവിടെയും അവശേഷിക്കുന്നില്ല. എന്നാൽ ചൈവസ തസ്യലിംഗം, അവന് അടയാളങ്ങൾ ഏതും ഇവിടെ അവശേഷിക്കുന്നില്ല. സ കാരണം, അവൻ എല്ലാത്തിൻ്റെയും കാരണമാകുന്നു. ചരാചരങ്ങളുടെ മുഴുവൻ കാരണം അവന് മാത്രമാകുന്നു.